നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. തേർഡ് മൊഡ്യൂളിൻ്റെ പേരാണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഈ മൊഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്താണെന്നാണ്. പിന്നെ വേരിയൻസ്, ദെൻ മൂമെൻറ്റ്സ്, റോ ആൻഡ് സെൻട്രൽ മൂമെൻറ്റ്സ്, ദെൻ മൂമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. ഇത്രയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ അതെന്താണ് എന്നാണ് നോക്കുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളിൻ്റെ മീനാണ്. മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ്പെക്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റാൻഡം വേരിയബിളിൻ്റെ മീനാണ്. അപ്പോൾ മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ ഓർ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിളിനെ നമ്മൾ ഇ ഓഫ് എക്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ് എന്ന് പറഞ്ഞൊരു റാൻഡം വേരിയബിൾ ഉണ്ട് വിചാരിക്കുക. ഡിസ്ക്രീറ്റ് ആവാം, കണ്ടിന്യൂസ് ആവാം. അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ, അതിപ്പോൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നാണ് നമ്മളത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ പറയുന്നത്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറയും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയ പ്രോബബിലിറ്റി ഫംഗ്ഷനുള്ള ഒരു റാൻഡം വേരിയബിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ മീൻ എന്താണ് അല്ലെങ്കിൽ അയാളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇത് എക്സ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഇഫ് എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമ്മൾ സമ്മേഷൻ്റെ സ്ഥാനത്ത് ഇൻ്റഗ്രേഷൻ വരും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതും. ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം ഒരു റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, അത് ഇൻഫിനിറ്റി ആവാൻ പാടില്ല. ഈ സമ്മൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് വരുമ്പം ഇതെന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി കൺവേർജൻ, ഒരു കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസ് ആയിരിക്കണം. അതായത് സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ദിസ് ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സമ്മ് ചെയ്ത് അങ്ങ് പോയി അത് ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ പാടില്ല. അത് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം. അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് കണ്ടിന്യൂസ് കേസിൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഇൻഫിനിറ്റി ആയിപ്പോൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ വഴി നോക്കാം എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എടുക്കുക. അപ്പോൾ നമ്മളടുത്ത് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്. അയാളുടെ പി എം എഫും തന്നിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് 1 and 2 രണ്ട് വാല്യൂസാണ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്നത്. വിത്ത് പ്രോബബിലിറ്റീസ് സേ 1/3 and 2/3. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ അയാളുടെ എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണ് കാണേണ്ടത്? അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം? സമ്മ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് സമ്മ് ചെയ്യണം. എന്തിനെ സമ്മ് ചെയ്യേണ്ടത്? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എക്സ് എടുക്കുന്ന വാല്യൂ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി, അവരുടെ സമ്മാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ കാണുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ ഫസ്റ്റ് വാല്യൂ 1 ഇൻറ്റു അതിൻ്റെ എഫ് ഓഫ് എക്സ്, അല്ലെ പ്രോബബിലിറ്റി ഈസ് 1/3 പ്ലസ് എക്സ് എടുക്കുന്ന അടുത്ത വാല്യൂ 2 ഇൻറ്റു അവരുടെ പ്രോബബിലിറ്റി എന്താണ്? 2/3. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1/3 പ്ലസ് ഇവിടെ 2 ഇൻറ്റു 2/3 അല്ലേ 4/3 എന്ന് വരും. 1/3 പ്ലസ് 4/3 എന്ന് വരുമ്പം 5/3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ മീൻ ഓഫ് ദിസ് റാൻഡം വേരിയബിൾ, മീൻ ഓഫ് ദിസ് റാൻഡം വേരിയബിൾ ഓർ എക്സ്പെക്റ്റേഷൻ ഓഫ് ദിസ് റാൻഡം വേരിയബിൾ ഇസ് ഈക്വൽ ടു 5/3. ഇനി നമ്മളിപ്പോൾ ഒരു കണ്ടിന്യൂസ് കേസിൽ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ്. ഇപ്പോൾ എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് വിചാരിക്കും. അപ്പം ആ എക്സ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ PDF തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സേ 2x. എക്സിൻ്റെ റേഞ്ച് തന്നിരിക്കുന്നത് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ. അത് എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ മീൻ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ്, എക്സിൻ്റെ കംപ്ലീറ്റ് റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ റേഞ്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? -1 to +1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇവിടെ എന്താണുള്ളത്? 2x dx ഇതാണ് വരുന്നത്. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 2 ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, അതിനെ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് വയ്ക്കാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 1 ഇവിടെ x ഇൻറ്റു എക്സ് വന്നു അല്ലേ.
അപ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയറിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരുന്നത്? എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ബിറ്റ്വീൻ ലിമിറ്റ്സ് എക്സിൻ്റെ ലിമിറ്റ്സ് ആണ് -1 ആൻഡ് +1. അപ്പോൾ 2/3നെ നമുക്ക് പുറത്തേക്ക് വയ്ക്കാം. 2/3 ഇൻറ്റു എക്സ് ക്യൂബിന് എക്സിന് നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് 1 കൊടുത്തു. അപ്പോൾ 1 ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് ആയ -1 എക്സ് ക്യൂബിന് കൊടുക്കുകയാണ്. അപ്പോൾ -1 ക്യൂബ് എന്ന് വരും അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 1 ക്യൂബ് ഇസ് 1 മൈനസ് -1 ക്യൂബ് ഇസ് -1. അപ്പോൾ 1 + 1 എന്ന് വന്നു അല്ലേ. അപ്പോൾ 2 എന്ന് വന്നു. അപ്പോൾ 2/3 ഇൻറ്റു 2 എന്ന് വന്നു. ആൻഡ് ദ ആൻസർ ഇസ് 4/3. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വരുമ്പം നമ്മൾ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫങ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. അതായത് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളിൻ്റെ മീൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ നമ്മൾ ഇ ഓഫ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്തു. ദറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്ക്രീറ്റ് ആണെച്ചാൽ സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നും, ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെ എഴുതിയത്? ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണ് എക്സിന് പകരം ഇപ്പോൾ എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷനാണ് എനിക്ക് കാണേണ്ടത്. ഇപ്പോൾ എന്നോട് പറയുകയാണ് ഫൈൻഡ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണുക? ദറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്ക്രീറ്റ് ആൻസർ നമ്മൾ എഴുതും സമ്മേഷൻ ഓവർ എക്സ്. ഇവിടെയാണ് മാറ്റം വരാൻ പോകുന്നത്. ഇവിടെയാണ് എക്സിൻ്റെ സ്ഥാനത്ത് ഈ ഫംഗ്ഷൻ്റെ ആൾ നമ്മൾ എഴുതാൻ പോകുന്നത് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. നമ്മൾ എപ്പോഴും എഴുതുമ്പം ഈ എക്സ്പെക്റ്റേഷനുള്ളിൽ എഴുതുമ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് അല്ല എഴുതുന്നത്. അതുകൊണ്ടാണ് അതിനെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സമ്മേഷൻ്റെ ഉള്ളിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലേക്ക് വരുന്നു, അവിടെ നമ്മൾ വാല്യൂസാണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവിടെ എഴുതുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്റേഴ്സാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എഴുതുമ്പം അങ്ങനെയാണ് എഴുതുന്നുണ്ടാവുക. അപ്പം ഇവിടെ നോക്കുക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ആണ്. അപ്പം ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അങ്ങനെ, കണ്ടിന്യൂസ് ആണെച്ചാൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമ്മൾ എഴുതും. അതുമാതിരി ഇപ്പം എക്സിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ ഞാൻ നോക്കണം. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് 2x + 3 ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിതെങ്ങനെ കാണുക? ഡിസ്ക്രീറ്റ് ആണെച്ചാൽ സമ്മേഷൻ ഓവർ എക്സ്. ഇവിടെ ഈ എക്സ് വന്ന സ്ഥാനത്താണ് ഞാൻ ആരെ എഴുതുന്നത്? 2x + 3 എന്ന് എഴുതുന്നത് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിലോ ഇൻ്റഗ്രൽ ഓവർ എക്സ് വന്ന സ്ഥാനത്താണ് നമ്മൾ 2x + 3 എന്ന് എഴുതുന്നത്. അതായത് ഇവിടെയുള്ള എക്സിന് മാത്രം മാറ്റുന്നത്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 2x + 3 വരുമ്പോൾ ഇവിടെ മാത്രം നമ്മൾ 2x + 3 എഴുതും ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ വന്നാൽ നമ്മൾ അവരുടെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇൻ ജനറൽ ഞാൻ എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് എടുക്കുന്നത് ജി ഓഫ് എക്സ് ആണ്. ജി ഓഫ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് ജി ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ജി ഓഫ് എക്സ് ക്യാൻ ബി എക്സ് സ്ക്വയർ ആവാം, അല്ലെങ്കിൽ ചിലപ്പം എക്സ് ക്യൂബ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ 2x + 3 ആവാം. അങ്ങനെയുള്ള എക്സിൻ്റെ ഏതോ ഒരു ഫംഗ്ഷനാണ് ജി ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്ക്രീറ്റ് കേസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു എന്ന് വന്നവിടെ ഇവിടെയാണ് ജി ഓഫ് എക്സ് വരിക. ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇഫ് എക്സ് ഇസ് ഡിസ്ക്രീറ്റ്. എക്സ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. കണ്ടിന്യൂസ് ആണെങ്കിലോ ദിസ് ഇസ് ഇൻ്റഗ്രൽ ഓവർ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് കണ്ടിന്യൂസ് കേസ് ആകുമ്പോൾ, എക്സ് കണ്ടിന്യൂസ് ആകുമ്പോഴുള്ള ഫോം. അപ്പം ഇതാണ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ വരിക. അപ്പോൾ ശ്രദ്ധിക്കണം, എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ വന്നാൽ ഇവിടെയാണ് മാറ്റം വരാൻ പോകുന്നത്. ഇവിടെ മാത്രം ആ റാൻഡം വേരിയബിളിൻ്റെ ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാം അല്ലേ? അതാണ് അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് ഇസ് സമ്മേഷൻ ഓവർ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. കണ്ടിന്യൂസ് ആകുമ്പം ഇൻ്റഗ്രൽ ഓവർ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമ്മൾ എഴുതും. ഇനി നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടി നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി, എക്സ്പെക്റ്റേഷൻ ഓഫ് സി ഇസ് ഈക്വൽ ടു സി. അതായത് സി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് 2 എന്ന് വരികയാണെന്ന് വെച്ചാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? ദറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി.
സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് സി ഇൻറ്റു എക്സ്, അതായത് കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അതായത് എക്സ്പെക്ടേഷൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു കോൺസ്റ്റന്റിനെ നമുക്ക് അതേപോലെ തന്നെ എക്സ്പെക്ടേഷനെ പുറത്തേക്കും വെക്കാം. അതായത് ഇപ്പം എക്സ്പെക്ടേഷൻ ഓഫ് 5x എന്നാണ് വന്നത് വിചാരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. പിന്നെ മറ്റൊരു പ്രോപ്പർട്ടി, ഇപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി വരികയാണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് എഴുതാം. അതുമാതിരി എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് മൈനസ് ബി വരികയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം, എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് ബി എന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് വന്നിരിക്കുകയാണ് എക്സ്പെക്ടേഷൻ ഓഫ് 2x പ്ലസ് 3 എന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്ടേഷൻ ഓഫ് 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് 3 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതുമാതിരി ഇപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് 6x മൈനസ് 4 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 6 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത പ്രോപ്പർട്ടി, expectation of x plus or minus y is equal to expectation of x plus or minus expectation of y. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് എഴുതാം. അതുമാതിരി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് വൈ വരികയാണെങ്കിലോ ദറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഈ പ്രോപ്പർട്ടീനെ നമ്മൾ എഡീഷൻ തിയറം ഓഫ് എക്സ്പെക്ടേഷൻ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എഡീഷൻ തിയറം ഓഫ് എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷൻ്റെ എഡീഷൻ തിയറമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ വരികയാണെന്ന് വെച്ചാൽ ദറ്റ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ഈ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. എക്സും വൈയും രണ്ട് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിലാണ്. അപ്പോൾ എന്താണ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് എന്നല്ല നമ്മളിനി അടുത്ത സെക്ഷനിൽ രണ്ട് റാൻഡം വേരിയബിൾസ് വരുന്ന കേസിൽ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഈ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര പ്രോപ്പർട്ടീസാണ് എക്സ്പെക്ടേഷൻ്റെ പ്രോപ്പർട്ടീസായിട്ട് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് നമുക്കിപ്പോൾ തന്നെ പ്രൂവ് ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിച്ചിരിക്കണം. അപ്പോൾ അത് പഠിക്കുമ്പം ഈ 2 പ്രോപ്പർട്ടീസ് നമ്മൾ അവിടെ പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് ഞാൻ ഒരു ഡിസ്ക്രീറ്റ് കേസിലാണ് ആദ്യം പ്രൂവ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് എക്സ് എങ്കിൽ വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്കറിയാം, ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് സി, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ സി എഴുതാൻ പോവാണ് അല്ലേ. ദറ്റ് ഈസ് സമ്മേഷൻ ഓവർ എക്സ്, ഇവിടെയാണ് മാറ്റം വരുന്നത്, ഇവിടെയാണ് എക്സിൻ്റെ അവിടെ നമ്മൾ സി കൊടുക്കുന്നത്, സി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതി അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ സമ്മ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് അല്ലേ. അപ്പോൾ സി ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സമ്മേഷൻ്റെ പുറത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ സി ഇൻറ്റു സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇതെന്താ സംഭവം, സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ്, എക്സിൻ്റെ എല്ലാ വാല്യൂസിനും എഫ് ഓഫ് എക്സിനെ ആഡ് ചെയ്യുക. അതിന് നമ്മൾ ടോട്ടൽ പി എം എഫ് എന്നാണ് പറയുന്നത് അല്ലേ. ടോട്ടൽ പി എം എഫ് കാണുകയാണ് അത് ചെയ്യുന്നത്. ആക്ച്വലി നമുക്കറിയാം ടോട്ടൽ പി എം എഫ് ഇസ് ഈക്വൽ ടു 1. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു 1 എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു സി. ഇനിയിപ്പം നമ്മൾ കണ്ടിന്യൂസ് കേസിൽ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഒരു എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ expectation of x is equal to integral over x x into f of x dx അല്ലേ. അപ്പോൾ expectation of c is equal to integral over x c into f of x dx എന്ന് നമുക്ക് എഴുതാം അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ സി ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തേക്ക് വയ്ക്കാം. സി ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് which is equal to c into, this is total pdf, integral over x f of x dx പറഞ്ഞാൽ total pdf ആണ് 1 ആണ് അല്ലേ. അപ്പോൾ c into 1 which is equal to c. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത്.
നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് Cx that is equal to C into expectation of x. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ പ്രൂവ് ചെയ്യാം. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിലാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫോർ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ വാട്ട് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ. അപ്പം വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് സി എക്സ്? എക്സ്പെക്റ്റേഷൻ ഓഫ് സി എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ്. എക്സിൻ്റെ അവിടെ നമ്മൾ സി എക്സ് എഴുതുക അല്ലേ, ഇവിടെ സി എക്സ് എന്ന് എഴുതുക. സി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു സി ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ സമ്മേഷൻ നടത്തുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഈ സമ്മേഷനുള്ളിൽ നിന്ന് സീനെ നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ സി ഇൻറ്റു സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നിവിടെ നമുക്ക് എഴുതാം അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സമ്മേഷൻ എക്സ് ഇൻറ്റു എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അപ്പോൾ ദിസ് ഇസ് സി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് കേസിൽ നോക്കാം. ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് വിൽ ബി എക്സ്പെക്റ്റേഷൻ ഓഫ് സി എക്സ്? ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് സി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് സി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദറ്റ് ഈസ് ഈക്വൽ ടു സി ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് വയ്ക്കാം. സി ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ ദിസ് ഇസ് സി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അടുത്ത പ്രോപ്പർട്ടി നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും എ എക്സ് മൈനസ് ബിനെയും പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി. അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ആദ്യം ഡിസ്ക്രീറ്റ് കേസിൽ ഇതിനെ പ്രൂവ് ചെയ്യണം. ഇൻ ഡിസ്ക്രീറ്റ് കേസ് നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആദ്യം എഴുതാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ വാട്ട് വിൽ ബി എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി? ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ്. അപ്പോൾ ഇവിടെയാണ് മാറ്റം വരുന്നത് അല്ലേ, ഈ ഫംഗ്ഷൻ വരുമ്പം ഇവിടെയാണ് മാറാൻ പോകുന്നത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഈ എക്സിൻ്റെ ഈ ഫംഗ്ഷൻ എഴുതുന്നു. ദറ്റ് ഈസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതുന്നു അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ ബ്രാക്കറ്റ് മാറ്റുന്നു, രണ്ടു പേർക്കും നമ്മൾ സമ്മേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക? സമ്മേഷൻ ഓവർ എക്സ് എ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, ഫസ്റ്റ് ടേം, ഇതും എഫ് ഓഫ് എക്സും അതിൻ്റെ സമ്മേഷനും, പ്ലസ് രണ്ടാമത്തത് സമ്മേഷൻ ബി എഫ് ഓഫ് എക്സ്, സമ്മേഷൻ ഓവർ എക്സ് ബി ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എ ഒരു കോൺസ്റ്റൻ്റ് ആണ്, എ സമ്മേഷൻ്റെ പുറത്തേക്ക് വയ്ക്കുമ്പോൾ എ ഇൻറ്റു സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, പ്ലസ് ഇവിടെ ബി ആണ് കോൺസ്റ്റൻറ്റ്, ബി സമ്മേഷൻ്റെ പുറത്തേക്ക് വയ്ക്കുമ്പോൾ സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു what is summation over x x into f of x? That is expectation of x. This is a into expectation of x plus b into ഇതെന്താ? summation over x f of x. This is the total PMF. x-ൻ്റെ എല്ലാ വാല്യൂസിലും f of x-നെ ആഡ് ചെയ്യുന്നു. അപ്പോൾ വരുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ this is equal to a into expectation of x plus b. ഇവിടെ അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് കേസിലേക്ക് വരുമ്പോൾ if x is a continuous random variable, expectation of x is equal to integral over x x into f of x dx. അങ്ങനെയാണ് സാർ. what is expectation of a x plus b? that is equal to, ഇവിടെ ഇൻ്റഗ്രൽ ആണ് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സിൻ്റെ ഫംഗ്ഷൻ, അതായത് എ എക്സ് പ്ലസ് ബീനെ ഇവിടെ എഴുതി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. എ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രലും ബി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രലും ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് എ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്
പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് ബി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. കോൺസ്റ്റൻറ്റുകളെ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തേലെ എ ആണ് കോൺസ്റ്റൻറ്റ്. എ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ബി ആണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്, ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. ദറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ ഓവർ ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് എഴുതി. പ്ലസ് ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അങ്ങനെ മാത്രം പറഞ്ഞാൽ അതെന്താണ്, ടോട്ടൽ പി ഡി എഫ് എന്ന് വരും, വിച്ച് ഇസ് 1. അപ്പോൾ ബി ഇൻറ്റു 1 എന്ന് വരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടീസിനെ പ്രൂവ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ. ഒരു റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ കഴിഞ്ഞാൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്. ഇറ്റ് ക്യാൻ ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഓർ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഹാവിങ് ദ പ്രോബബിലിറ്റി ഫംഗ്ഷൻ, അതായത് പി ഡി എഫ് ഓർ പി എം എഫ്. അപ്പം പി എം എഫ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെച്ചാൽ പി എം എഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെച്ചാൽ പി ഡി എഫ്, എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ ഹാവിങ് PMF or PDF f of x, then its variance is given by variance of the random variable x. അതിന് നമ്മൾ v of x എന്നാണ് പറയുന്നത്. വേരിയൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് v of x ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ x is equal to, it is defined as expectation of x minus expectation of x the whole square. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു എക്സ്പെക്റ്റേഷനാണ്. ആരുടെ എക്സ്പെക്റ്റേഷനാണ്? എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷനാണ് എന്ത് വേരിയൻസ് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ ഓവർ എക്സ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതി. ഇവിടെ ജി ഓഫ് എക്സ് എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് ഇവിടെ വന്ന ആളാണ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ സമ്മേഷൻ ഓവർ എക്സ് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതിയില്ല എക്സിൻ്റെ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ. അപ്പോൾ അതേപോലെയാണ് ഇവിടെ എഴുതിയത്. ഇഫ് എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെന്ന് നമ്മൾ എങ്ങനെ എഴുതും? ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതും വെൻ എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേരിയൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഈ ഫോർമുല ഉണ്ടല്ലോ, ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് അതിന് എക്സ്പെക്റ്റേഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ദ ഫോർമുല ഫോർ വേരിയൻസ് ഓഫ് എക്സ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഈ ഫോർമുലയാണ് നമ്മൾ സാധാരണയായിട്ട് ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും വേരിയൻസ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ്. ഒരു റാൻഡം വേരിയബിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ്. ഇപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ ഒരു നമ്പറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ പ്ലസും മൈനസും വാല്യൂ വരാം അല്ലേ. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പക്ഷേ എന്ത് മാത്രമേ ആവുള്ളൂ? ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ്. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ വേരിയൻസിൻ്റെ പ്രോപ്പർട്ടീസാണ് നോക്കാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് വേരിയൻസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് വേരിയൻസ് ഓഫ് സി ഇസ് ഈക്വൽ ടു 0. അതായത് വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ വേരിയൻസ് ഓഫ് എ നമ്പർ, വേരിയൻസ് ഓഫ് 3 എന്ന് വരികയാണെന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് സി എക്സ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. അതായത് വേരിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? സ്ക്വയർ ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വേരിയൻസ് ഓഫ് 3x ആണ് നമ്മൾ എഴുതിയതെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു
3 square into variance of x എന്ന് പറയാം, which is 9 into variance of x. പിന്നെ മറ്റൊരു പ്രോപ്പർട്ടി, വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ഓർ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. അതായത് എ എക്സ് പ്ലസ് ഓർ മൈനസ് ബി, അതായത് ഈ ബി എന്ത് ചെയ്യും, ബി അങ്ങനെയും ക്യാൻസലായി പോവുക ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ വേരിയൻസ് ഓഫ് 2x പ്ലസ് 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഈ 3 എന്ത് ചെയ്യും, ക്യാൻസലായിട്ട് പോവും. അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഈ പ്രോപ്പർട്ടി പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ഈ പ്രോപ്പർട്ടി ശ്രദ്ധിക്കണം. അതായത് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വൈ വരികയാണെങ്കിൽ, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ. അതുമാതിരി ഇപ്പം വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ ആണ് വരുന്നത് വിചാരിക്കുക, ദറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ്. അപ്പോൾ ഇതൊരു ഓർക്കേണ്ട പ്രോപ്പർട്ടിയാണ്. വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈയും ഇവിടെ പ്ലസ്സാണ് വരുന്നത്. അത് ഈ പ്രോപ്പർട്ടി എപ്പോഴാണ് ശരിയാവുന്നത്, ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വേരിയൻസിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ പ്രോപ്പർട്ടീസും നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് വേരിയൻസ് ഓഫ് സി ഇസ് ഈക്വൽ ടു 0. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ്. വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഫോർമുല അല്ലേ. അപ്പോൾ ഇവിടെ വേരിയൻസ് ഓഫ് സി ആണ് വന്നിരിക്കുന്നത്, ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് സി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് സി ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് സി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് സിയുടെ സ്ഥാനത്ത് ഞാൻ ആരെ എഴുതുന്നു, സി എന്ന് എഴുതുന്നു. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് സി മൈനസ് സി ദ ഹോൾ സ്ക്വയർ, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് 0 സ്ക്വയർ ആണ് വരുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് 0, expectation of a constant is again a constant, so this is equal to 0. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി വേരിയൻസ് ഓഫ് സി എക്സ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഗെയിൻ നമ്മൾ എഴുതുകയാണ് വേരിയൻസ് ഓഫ് എക്സ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ വേരിയൻസ് ഓഫ് സി എക്സ് എന്തായിരിക്കും, ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് സി എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് സി എക്സ് ദ ഹോൾ സ്ക്വയർ, ഇങ്ങനെ പറയാം അല്ലേ. അപ്പം എക്സ്പെക്റ്റേഷൻ പഠിച്ചപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് സി എക്സ് എന്ന് വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദറ്റ് ഈസ് സി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ എക്സ്പെക്റ്റേഷൻ ഓഫ് സി എക്സ് വന്നിട്ടുണ്ട്, അങ്ങനെ എങ്ങനെ എഴുതാം, സി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് സി എക്സ് മൈനസ് സി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷെ കോൺസ്റ്റൻ്റ് എവിടെയാണ് നിൽക്കുന്നത്, ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ സീനെ ഞാൻ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ആരാ പുറത്തേക്ക് വരാൻ പോകുന്നത്, സ്ക്വയറിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സി ആണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ സി സ്ക്വയർ ആണ് പുറത്തേക്ക് വരുന്നത്. സി സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ്, ഇറ്റ് ഈസ് വേരിയൻസ് ഓഫ് എക്സ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. അപ്പം നമ്മൾ അങ്ങനെയാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കാം. അപ്പോൾ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി നമുക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെയായിരിക്കും വേരിയൻസ് ഓഫ് എ എക്സ് മൈനസ് ബിയും വരും. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി നമുക്ക് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ദറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ഈ പ്രോപ്പർട്ടിയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വേരിയൻസ് ഓഫ് എക്സ് എന്താണെന്ന് എഴുതുക. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ആരെ എഴുതണം, എ എക്സ് പ്ലസ് ബി മൈനസ് ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി
ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടി പ്രകാരം നമ്മൾ പഠിച്ചു എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബീനെ എങ്ങനെ എഴുതാമെന്ന്. എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് ഇവരെ എഴുതാം അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ്, ഇതിന് മാറ്റമൊന്നുമില്ല, എ എക്സ് പ്ലസ് ബി മൈനസ് ഇവിടെ എങ്ങനെ എഴുതുന്നു, എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് ഈ ടേമിനെ നമുക്ക് എഴുതാം, ദ ഹോൾ സ്ക്വയർ. ഓർ ദിസ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി മൈനസ്, ഇവിടെ ബ്രാക്കറ്റ് മാറ്റുകയാണ്, മൈനസ് രണ്ട് ടേമിനും കൊടുക്കുന്നു, എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ എഴുതി. അപ്പം ഇനി നമുക്ക് ടേമുകൾ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ബി വരുന്നുണ്ട്, ഇവിടെ ഒരു മൈനസ് ബി വരുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ടേമുകൾ ക്യാൻസൽ ആയിപ്പോയി അല്ലേ. അപ്പോൾ എന്താ വരുന്നത്, എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് എക്സ്പെക്റ്റേഷന് പുറത്തേക്ക് എടുക്കാം അല്ലേ. പക്ഷേ എക്സ്പെക്റ്റേഷനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ കോൺസ്റ്റൻ്റ് എവിടെയാണ് നിൽക്കുന്നത്, ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ പുറത്തേക്ക് വരുന്നത്, സ്ക്വയറിൻ്റെ ഉള്ളിൽ നിന്നായതുകൊണ്ട് എ സ്ക്വയർ ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ദിസ് ഇസ് എ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ദിസ് ഇസ് എ സ്ക്വയർ ഇൻറ്റു, ഈ ടേം എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് വേരിയൻസ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് വേരിയൻസ് ഓഫ് എക്സ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മളിങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്.